കൈലാഷ് സാറും മുക്ത മേഡവും കരുണാകരൻ സാറും അരവിന്ദ് സാറും ഒക്കെ ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ ഇടയിൽ കയറി ശല്യം ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. കൈലാഷ് സാർ സമ്മതിക്കുകയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ പ്രിയൻ. സാറിനോടല്ല, ഇവരോട്. കൈലാഷ് സാർ ഈ സംസാരിക്കുന്നത് മുഴുവൻ നമുക്ക് വേണ്ടിയിട്ട്. സാറ് പറഞ്ഞത് നിങ്ങളെല്ലാരും കേട്ടില്ലേ? നമുക്ക് വേണ്ടി നഷ്ടങ്ങൾ സഹിച്ചോളാന്ന്. PKR സാർ ചോദിക്കുകയാണെങ്കിൽ നഷ്ടത്തിന്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തോളാന്ന്. കൈലാഷ് സാർ നമുക്ക് വേണ്ടി സംസാരിച്ചിട്ടും കൈലാഷ് സാറിന് വേണ്ടി നമ്മൾ ആരെങ്കിലും സംസാരിച്ചോ? കമ്പനിക്ക് നഷ്ടം വരുത്താനല്ല, കമ്പനി നമ്മളെ ശമ്പളം തന്ന് തീറ്റി പോറ്റുന്നത്. കമ്പനി വളരണം, ഒപ്പം നമുക്കതിന്റെ നേട്ടം ഉണ്ടാവണം. അതിനുവേണ്ടിയാ കൈലാഷ് സാറ് നമ്മളെ ചേർത്ത് പിടിക്കുന്നത്. എന്നിട്ടും നമ്മൾ കാരണം കമ്പനിക്ക് 1 രൂപയുടെങ്കിലും നഷ്ടം സംഭവിച്ച നമ്മൾ ആത്മാർത്ഥതയില്ലാത്തവരാണെന്ന് അതിന്റെ അർത്ഥം. പ്രിയൻ എന്താ പറഞ്ഞു വരുന്നത്? നമ്മൾ രേവതിയോട് മാത്രം സ്നേഹം കാണിച്ചാ പോരാ, കൈലാഷ് സാറിനോടും കാണിക്കണം. രേവതിക്ക് പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ 200 യൂണിറ്റ് ഓർഡർ കൊടുത്ത കസ്റ്റമറോട് നമുക്കൊന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ഈ കല്യാണത്തിന് പോണ്ട. നാളെ മുഴുവൻ ജോലി ചെയ്ത് നമ്മൾ 200 യൂണിറ്റ് ഫിനിഷ് ചെയ്യും. പ്രിയൻചേട്ടന്റെ അഭിപ്രായം തന്നെ എനിക്കും. നമ്മള് കൈലാഷ് സാറിനോടൊപ്പം നിൽക്കണം. രേവതിയുടെ കല്യാണത്തിന് ഞാനും പോകുന്നില്ല. ഞങ്ങളെല്ലാരും നാളെ ജോലി ചെയ്യും. പ്രിയൻ സർ, ഇങ്ങോട്ട് കിട്ടുന്ന സ്നേഹം 10 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുത്താൽ ഞങ്ങൾക്ക് ശീലം. ഞങ്ങൾ കാരണം കമ്പനിക്ക് 10 പൈസയുടെ നഷ്ടം ഉണ്ടാവില്ല. ഇവനെന്റെ പ്ലാൻ മൊത്തം കുളവാക്കിയില്ല. അപ്പോ രേവതിയുടെ കല്യാണത്തിന് ഇവിടുന്ന് ആരും പോകുന്നില്ലേ? അവക്ക് വിഷമാവില്ലേ? എല്ലാവർക്കും വേണ്ടി സാറ് പോയാ മതി. സാറ് പോയാ അവൾക്ക് വലിയ സന്തോഷാവും. അരവിന്ദ്, പ്രോബ്ലം സോൾവ്. പ്രൊഡക്ഷൻ നടക്കും.